നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. തീപ്പൊരി ഗോളുമായിട്ട് ആൻ്റണി, ഞെട്ടിച്ച ഗോളുമായിട്ട് ആൻ്റണി. ആ ഗോള് ടെക്നിക്കലി ഒരു കിടിലൻ ഗോളാണ്. അദ്ദേഹത്തിലേക്ക് വന്ന ക്രോസ് ഫസ്റ്റ് ടൈം ഷോട്ടിലൂടെ മനോഹരമായിട്ട് ഫിനിഷ് ചെയ്യുന്നു. അതും അദ്ദേഹത്തിൻ്റെ വീക്ക് ഫുട്ട് കൊണ്ടാണ് അദ്ദേഹം അത് കംപ്ലീറ്റ് ചെയ്യുന്നത്. മനോഹരമായിട്ടുള്ള ഗോളാണ് ആൻ്റണി നേടിയത്. അദ്ദേഹം മികവ് തുടരുന്നു. റയൽ ബെറ്റീസ് 3-1 ജിറോണയെ പരാജയപ്പെടുത്തിയിരിക്കുന്നു. കളിയിൽ ആൻ്റണിയെ കൂടാതെ കാർഡോസോയും ഇസ്കോയുമാണ് ബെറ്റീസിൻ്റെ ഗോളുകൾ കണ്ടെത്തിയത്. മറുഭാഗത്ത് ജിറോണയുടെ ഗോൾ സ്റ്റുവാനിയുടെ വകയായിരുന്നു. ജിറോണയുടെ മൈതാനത്ത് വെച്ച് നടന്ന മത്സരത്തിൽ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആൻ്റണിയും ഇസ്കോയും എസബ്ദയും ഒക്കെ ഒരുമിച്ചാണ് റയൽ ബെറ്റീസിന് വേണ്ടി ഇറങ്ങിയത്. കളിയുടെ 6ാമത്തെ മിനിറ്റിൽ തന്നെ കാർഡോസോയിലൂടെ റയൽ ബെറ്റീസ് ലീഡെടുത്ത് കഴിഞ്ഞിരുന്നു. 39ാമത്തെ മിനിറ്റിലാണ് ആൻ്റണിയുടെ മിന്നും ഗോൾ പിറക്കുന്നത്. അതിന് കൃത്യമായിട്ടുള്ളൊരു ക്രോസ് അദ്ദേഹത്തെ തേടിയെത്തുന്നു. അത് മനോഹരമായിട്ട് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ വീക്ക് ഫുട്ട് കൊണ്ട് വലയിലേക്ക് അദ്ദേഹം എത്തിക്കുകയായിരുന്നു. ഗോൾ കീപ്പർക്ക് ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. തുടർന്ന് 42ാമത്തെ മിനിറ്റിൽ ഇസ്കോയുടെ ഗോൾ കൂടി പിറക്കുമ്പോൾ 3-0 അപരാജിത ലീഡിലേക്ക് റയൽ ബെറ്റീസ് കടന്നുപോയി. ഒടുവിൽ 85ാമത്തെ മിനിറ്റിൽ സുവാനി ഒരു ഗോൾ മടക്കിയെങ്കിലും ബെറ്റീസ് 3-1 വിജയം തന്നെ സ്വന്തമാക്കി. 32 കളികളിൽ നിന്ന് 51 പോയിൻ്റാണ് ഇപ്പോൾ റയൽ ബെറ്റീസിനുള്ളത്. അവർ ലാ ലീഗ പോയിന്റ് ടേബിളിൽ 6ാം സ്ഥാനത്ത് നിൽക്കുന്നു. ആൻ്റണി ഈ സീസണിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ നിന്ന് ലോണിൽ റയൽ ബെറ്റീസിലേക്ക് എത്തിയിട്ട് 5 ഗോളുകളും 4 അസിസ്റ്റുകളുമായി, അതായത് 9 ഗോൾ കോൺട്രിബ്യൂഷൻസ് അദ്ദേഹം 17 മത്സരങ്ങളിൽ നിന്ന് സ്വന്തമാക്കിയിട്ടുണ്ട്. ഈ 17 കളികളിൽ 10 വിജയം, 4 സമനില, 3 തോൽവികൾ. അങ്ങനെ മിന്നും പ്രകടനം ആൻ്റണി നടത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചിറകിലേറി റയൽ ബെറ്റീസും കുതിക്കുകയാണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.